ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ JB റേസിംഗിൻ്റെ ഹെൽമെറ്റിനകത്തൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബ്ലൂടൂത്ത് ഇയർഫോണാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിച്ചത് തൃശ്ശൂർ ബാൻഡിഡോസ് പിറ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്ന കടയിൽ നിന്നാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1000 രൂപയ്ക്ക് അടുത്താണ്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ഹെൽമെറ്റിനകത്ത് ഇത് വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗ്രൂ ഉണ്ടാവണം. ആ ഒരു ഗ്രൂ ഉള്ള ഹെൽമെറ്റുകളിൽ മാത്രമേ ഇത് വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആർക്കൊക്കെ ഈ ഒരു സംഭവം യൂസ്ഫുൾ ആവാമെന്ന് നോക്കാം. ഒന്ന് ഫ്ലിപ്കാർട്ട്, ആമസോണിൽ ഓടുന്ന ഡെലിവറി ബോയ്സ്, അതുപോലെ തന്നെ സ്വിഗ്ഗി, സൊമാറ്റോ ഓടുന്ന ആൾക്കാർ, ഫ്രീക്വൻ്റ് ആയിട്ട് കോൾ വരുന്ന ആൾക്കാർ, എല്ലാവർക്കും ഈ ഒരു സംഭവം യൂസ്ഫുൾ ആയിരിക്കും. ഈ ഒരു ബോക്സിനകത്ത് നമുക്ക് 2 സ്പീക്കർ കിട്ടും, ഒരു ലെഫ്റ്റും ഒരു റൈറ്റും. അതുപോലെ തന്നെ ഒരു മൈക്രോ USB ചാർജിങ് കേബിൾ കിട്ടും. പിന്നെ അതിൻ്റെ മൈക്രോഫോൺ അതിൻ്റെ കൂടെ തന്നെ വരുന്നതായിരിക്കും. ഇതിനകത്ത് പിന്നെ ഒട്ടിക്കാൻ പറ്റുന്ന 2 സെറ്റ് ഓഫ് വെൽക്രോസ് കൂടെ കിട്ടും. ആ ഒരു വെൽക്രോ നമ്മൾ ഹെൽമെറ്റിനകത്ത് ഒട്ടിച്ച് വെച്ചതിന് ശേഷം ആ ഒരു വെൽക്രോയിലേക്കായിരിക്കും നമ്മൾ ഈ 2 സ്പീക്കേഴ്സ് ഒട്ടിക്കുന്നുണ്ടാകുക. ഈ ഒരു സംഭവം 2.5 മണിക്കൂർ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 3 to 4 hours ഓഫ് ബാറ്ററി ലൈഫ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു ബോക്സിനകത്ത് 60 hours ഓഫ് സ്റ്റാൻഡ് ബൈ ടൈം ഇവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇയർഫോൺ യൂസ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഏകദേശം ഒരു 60-70 സ്പീഡ് വരെ പോകുന്ന സമയത്ത്, വൈസർ അടച്ചിട്ട് പോകുന്ന സമയത്ത് മാത്രമേ ഇത് യൂസബിൾ ആയിരിക്കുള്ളൂ. അതിൽ കൂടുതൽ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പറയണത് അവർക്ക് കേൾക്കുമെങ്കിലും അവർ പറയണത് വിൻഡ് നോയ്സ് കാരണം നമുക്ക് കറക്റ്റ് കേൾക്കാൻ പറ്റില്ല. ഇതിൽ തന്നെ വോളിയം കുറയ്ക്കാനും അതുപോലെ തന്നെ വോളിയം കൂട്ടാനുള്ള ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതേ ബട്ടൺ യൂസ് ചെയ്ത് ഇത് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും പറ്റും. ഇതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി കോൾ ആൻസർ ആവുന്ന ഒരു ഫീച്ചർ കൂടെ അവർ കൊടുത്തിട്ടുണ്ട്. അതായത് കോൾ വന്നു കഴിഞ്ഞിട്ട് ഹെൽമെറ്റിൽ കണക്റ്റഡ് ആണെങ്കിൽ ഒരു 10 സെക്കൻഡ് റിങ് അടിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലായിട്ട് കോൾ ആൻസർ ആവുന്നതായിരിക്കും. ഇതിൽ പിന്നെ ബാറ്ററി ലോ ആവുന്ന ടൈമിലും അതുപോലെ കണക്ട് ചെയ്യുന്ന സമയത്ത്, ഡിസ്കണക്ട് ചെയ്യുന്ന സമയത്തൊക്കെ ഒരു വോയിസ് കേൾക്കുന്നതായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഹെൽമെറ്റിനകത്ത് കാണുന്ന ഈ ഒരു ഗ്രൂവിനകത്താണ് നമ്മൾ സ്പീക്കർ മൗണ്ട് ചെയ്യുക. ഈ ഒരു സ്പീക്കർ ഈ ഒരു ഗ്രൂവിനകത്ത് മൗണ്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ചെവിക്ക് അധികം പെയിൻ ഒന്നും വരുന്നു. അതേസമയം നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഇന്നിയർ ഇയർഫോൺ ഈ ഒരു ഹെൽമെറ്റിനകത്തിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് നേരത്തിന് ശേഷം നമുക്ക് ചെവിയൊക്കെ പെയിൻ വരുന്നതായിരിക്കും. ഇതെൻ്റെ ആക്സോർ ഹെൽമെറ്റിൽ വെച്ചതിന് ശേഷമുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. ആ ഒരു മൈക്രോഫോൺ ഫ്രണ്ട് സൈഡിലായിട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.